നമസ്കാരം. മാർക്കറ്റിൽ പുതുതായിട്ട് ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഷെയറുകളുടെ കൂട്ടത്തിൽ ഒരു ഷെയർ കൂടി പുതുതായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത് ITC ആണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 18% ഇൻവെസ്റ്റേഴ്സിന് ഗെയിൻ കൊടുക്കാൻ ഈ ഷെയർ കഴിഞ്ഞു. ITC എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം മുതലേ ഒരു ഡിഫെൻസീവ് ഷെയർ ആയിട്ട് പരിഗണിക്കപ്പെടുന്ന കമ്പനിയാണ്. ആളുകൾ കൂടുതലും ITC നമ്മൾ നിക്ഷേപിച്ചാൽ നമ്മളെ പണം നഷ്ടപ്പെടില്ല എന്നല്ലാണ്ട് പണം കൂടുതലായിട്ട് റിട്ടേൺ കിട്ടില്ല എന്നാണ് എല്ലാവരും അഭിപ്രായം പറയാറ്. 1810 ഇന്ത്യൻ ടുബാക്കോ കമ്പനി എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനി പിന്നീട് ITC ലിമിറ്റഡ് ആയി മാറുകയാണ്. 50%-ലേറെ ഗ്രോത്ത് നൽകാൻ 1 ഇയറിൽ ഈ കമ്പനിക്ക് ആദ്യമായിട്ടാണ് കഴിഞ്ഞതെന്ന് തോന്നുന്നത്. ഇത്തരത്തിൽ ഒരു 50%-അടുത്തൊക്കെ ഒരു വർഷം കൊണ്ട് കയറി ഈ ഷെയർ വന്നിട്ടുണ്ട്. അത് വളരെ ഡിഫെൻസീവ് ആയിട്ട് ഒരല്പം മുകളിലേക്ക് പോകും. കുറച്ച് റേറ്റ് നമ്മൾ കാണും. വീണ്ടും നമ്മൾ വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യം വാങ്ങി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് 10-20% മുകളിൽ കിടക്കും. വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും നമ്മൾ വാങ്ങിയ റേറ്റിന് അടുത്തൊക്കെ തന്നെ കാണും. വീണ്ടും ഇങ്ങനെ കിടക്കും. ആ തരത്തിലൊരു ഡിഫെൻസീവ് ആയിട്ട് നമ്മുടെ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ പൊട്ടുമ്പോൾ നമ്മുടെ പണം കൊണ്ടുപോയി സേഫായിട്ട് നിക്ഷേപിച്ചിടാൻ പറ്റുന്ന ഒരു നല്ല കമ്പനി, ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനി എന്ന രീതിയിൽ ഒരു ഡിഫെൻസീവ് സ്റ്റോക്കായിട്ട് നമ്മൾ ITC കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ITCയുടെ കാര്യം ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ITCയുടെ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി 5 റവന്യൂ സോഴ്സ് ആണ് ITCക്ക് ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സിഗരറ്റ് വിപണിയാണ്. സിഗരറ്റ് ആണ് ITCയുടെ മെയിൻ പ്രോഡക്റ്റ്. പോളിസി, അമിതമായ ടാക്സിങ്, അതുപോലെ തന്നെ അത് ആരോഗ്യത്തിന് ഹാനികരമായ സംഭവമാണല്ലോ. അപ്പം കൂടുതൽ പോകുന്നതോറും കൂടുതലായിട്ട് ടാക്സിങ്ങും കാര്യങ്ങളും വരികയും പോളിസി എതിരാകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി ബിസിനസ്സിൽ ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൊറോണയ്ക്ക് ശേഷമുള്ള അവരുടെ ഇതിനകത്ത് സിഗരറ്റ് ബിസിനസിന് ഗ്രോത്ത് ഉണ്ടായിട്ടെന്നാണ് കാണിക്കുന്നത്. 17% ഇയർലി ഗ്രോത്ത് കാണിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലും കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റ് പോളിസികൾ എപ്പോഴും സിഗരറ്റ് ബിസിനസിന് എതിരായിട്ട് തന്നെയാണ് സംഭവിക്കുക. അപ്പം അവർക്ക് ആ തരത്തിലുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ കമ്പനികളുടെ ഇത് വെച്ചിട്ട് ഒരു 80% മാർക്കറ്റും ഈ സിഗരറ്റ് ബിസിനസിന് 80% ഇന്ത്യയിലെ മാർക്കറ്റ് ITCയുടെ കയ്യിൽ തന്നെയുള്ള. മറ്റു കമ്പനികളിൽ വളരെ കുറച്ച് 20% ഉള്ളൂ. എങ്കിൽ പോലും അവർക്ക് ആ ഒരു ബിസിനസ്സിൽ കൂടുതൽ ഭാവിയിലേക്ക് ആ ബിസിനസ് എത്രത്തോളം എത്ര വർഷം അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരിക്കലും സംശയം അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാത്ത, പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ സിഗരറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഷെയറിൽ കുറച്ച് കാലമായി ഡെലിവറി വോളിയം വളരെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഡെലിവറി ഉണ്ടെങ്കിൽ ആളുകൾ ഡെലിവറി എടുത്ത് അത് സെല് ചെയ്ത് മാറി വീണ്ടും ഡെലിവറി എടുത്ത് ആ ഒരു സ്വിംഗിൽ ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന ഒരു ഷെയറാണ്. എന്നാൽ ഇപ്പോൾ ഡെലിവറി വോളിയം വളരെ അധികം കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ITCയിൽ. അതിന് പിന്നിൽ കുറച്ച് ന്യൂസുകളും റൂമറുകളൊക്കെ പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല. റേറ്റിംഗ് കമ്പനികളൊക്കെ അതിനെ ടാർഗറ്റ് ഒക്കെ അപ്പ് ചെയ്ത് 300+ എന്നൊക്കെ പറഞ്ഞ ടാർഗറ്റ് റേറ്റ് അപ്പുകളൊക്കെ റേറ്റിംഗുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ന്യൂസിന്റെ റൂമർ ബേസ് ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ITCയിൽ ആ ന്യൂസ് അത് ശരിക്കും വർക്കൗട്ട് ആവുകയാണെങ്കിലും അല്ലെങ്കിലും ITCയിൽ ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ നല്ല രീതിയിലുണ്ട്. ഇവരുടെ ഇൻകം സ്ട്രീം മെയിൻലി 5 പറഞ്ഞു. ആ 5 എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സിഗരറ്റ് ബിസിനസ് ആണ്. രണ്ടാമത്തെ അവരുടെ പേപ്പർ ഇൻഡസ്ട്രീസ്, അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിൽ അവർക്ക് ഇതുണ്ട്, റവന്യൂ വരുന്നുണ്ട്. പിന്നീട് ഹോട്ടൽസ് അവരുടെ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയ പാർട്ടാണ് ഹോട്ടൽസ്. അതുപോലെ തന്നെ പിന്നെ അവസാനമായിട്ട് FMCG കമ്പനി. ഇത്തരത്തിൽ 5 രീതിയിലുള്ള ഇൻകം സോഴ്സസ് ആണ് അവർക്കുള്ളത്. ഈ കമ്പനി ശരിക്കും ഒരു ഓവർ ഡൈവേഴ്സിഫൈഡ് കമ്പനിയായിട്ട് നമുക്ക് തോന്നുന്നത് അത് കാണുമ്പോൾ. കാരണം പരസ്പര ബന്ധമില്ലാത്ത പല ഇൻഡസ്ട്രികളിൽ കൊണ്ടുപോയി പണം മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ചെയ്യുന്ന ഇൻഡസ്ട്രികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിഗരറ്റ് ഏത് സമയത്തും റിസ്കിൽ നിൽക്കുന്ന ഒരു ബിസിനസ്. അതായത് ഗവൺമെന്റ് പോളിസികൾ എപ്പോഴും എതിരെ ഈ സാധനത്തെ ബിസിനസ് ഡൗൺ ആയി വരാൻ സാധ്യതയുള്ളത്. പേപ്പർ ട്രേഡിങ്, അതുപോലെ പേപ്പർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലത്ത് നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തിരുന്ന ഒരു ഇതാണെങ്കിലും ഇപ്പോൾ ഗ്രീൻ എനർജി കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് നമ്മൾ പേപ്പറിന്റെ യൂസ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇന്റർനെറ്റ് യുഗവും കാര്യങ്ങളും വളർന്നതോടുകൂടി പേപ്പറിന്റെ യൂസ് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഗവൺമെന്റ് പോളിസികളും ഈ പേപ്പർ നിർമ്മാണങ്ങളും ഈ കാര്യങ്ങളും അവസാനിപ്പിക്കാനും മറ്റു മരങ്ങളെല്ലാം മുറിച്ച് ഇല്ലാതാകുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഗ്രീൻ എനർജി കൺസെപ്റ്റ്, എൻവയോൺമെന്റ് കൺസെപ്റ്റുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ പേപ്പർ ബിസിനസ്സിലും അവർക്ക് വലിയ രീതിയിൽ അധികം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് സംശയമുള്ള ബിസിനസ്സാണ്. പിന്നീടുള്ള അവർക്ക് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സീഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അത് നല്ല രീതിയിൽ ഭാവിയും പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതും നല്ല ഭാവി ഉള്ളതുമായ ഒരു
ബിസിനസ് ഫീൽഡാണെന്ന് നമുക്ക് കരുതാവുന്നതാണ് സീഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മള് പണ്ടൊക്കെ കൃഷി ചെയ്യുന്ന പോലെ ആ കൃഷിയിൽ നിന്ന് വീണ്ടും വിത്ത് ഉൽപ്പാദിപ്പിച്ച് ആ രീതിയിലുള്ള കൃഷിയല്ല. അത് അഗ്രികൾച്ചറൽ കൺസെപ്റ്റും അഗ്രികൾച്ചറൽ മൊത്തത്തിലുള്ള കൾച്ചറെ ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ത്യോദയ വിത്തുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അത്തരത്തിലുള്ള, അതായത് നമ്മൾ വിത്ത് ഉൽപ്പാദിച്ച് നമുക്ക് തരുന്നു, നമ്മൾ അത് ഉപയോഗിച്ച് കൃഷി ചെയ്ത് ആ ഉൽപ്പന്നം നമ്മൾ ഭക്ഷിച്ച് തീർക്കുന്നു. വീണ്ടും ഈ വിത്ത് ഉൽപ്പാദന കമ്പനി നമുക്ക് വിത്ത് ഉൽപ്പാദിപ്പിച്ച് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മളിപ്പോ അഗ്രികൾച്ചർ സെക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യോൽപ്പന്നങ്ങളും കൃഷി ഉൽപ്പന്നങ്ങളുമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിത്തുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് സീഡ് അഗ്രികൾച്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ സെക്ടറിലുള്ള ബിസിനസ്സിന് ഭാവിയിലേക്ക് നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം അവർക്ക് അതിൽ മുന്നേറാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. റിസർച്ചും കാര്യങ്ങളും എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയുന്നു, മറ്റു കമ്പനികളുടെ മത്സരങ്ങൾ എന്നിവയെല്ലാം അനുസരിച്ചിരിക്കും. എങ്കിൽ പോലും അതൊരു ഭാവിയുള്ള ബിസിനസ് ആണ് അവരുടെ കയ്യിലുള്ളത്. പിന്നീടുള്ള അവരുടെ ഹോട്ടൽസ് ആണ്. ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ 2,90,000 റൂമിന്റെ ഓക്യുപ്പൻസി ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോട്ടൽ ചെയിനാണ് ITCയുടെ. ഓൾ ഓവർ ഇന്ത്യ ഇതുള്ള ഏറ്റവും വലിയ ഹോട്ടൽ ചെയിനാണ്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നതൊക്കെ നമ്മൾ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കൊറോണ സിറ്റുവേഷൻ വന്നതോടെ അത് വളരെ ദയനീയമായിട്ട് പണം അങ്ങോട്ട് നഷ്ടപ്പെടുന്ന രീതിയിൽ മെയിൻ്റനൻസും കാര്യങ്ങളും വെച്ചിട്ട് പണം അങ്ങോട്ട് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. എങ്കിൽ പോലും ഇത് കഴിഞ്ഞ് റിക്കവർ ചെയ്താൽ പോലും ഒരു ബിസിനസ് ടൂറിസം ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ITCക്ക് ഈ 2,90,000 റൂമിന്റെ ഒക്യുപ്പൻസി ഉള്ള ITCയേക്കാൾ കൂടുതൽ മറ്റുള്ള ചെറുകിട കമ്പനികൾ റിസോർട്ട് ബേസും ഇതും ട്രാവലിങ്ങും ഇത് കാര്യങ്ങളും ബിസിനസ് ചെയ്യുന്ന കമ്പനികളും മറ്റ് ഹോളിഡേ കമ്പനികളും ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺ എടുക്കുന്നുണ്ട്. കാരണം ITCയുടെ എല്ലാ പ്രോജക്റ്റുകളും എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഹെറിറ്റേജ് പ്രോജക്റ്റുകളാണ് കൂടുതൽ അവർക്കുള്ളത്. ഒരു നോർമൽ ആൾക്കാർ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇത് പോകുന്ന ട്രാവലിങ് കാര്യങ്ങൾ പോകുന്ന രീതിയിലുള്ള ബിസിനസ്സുകളെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഹോട്ടൽ ശൃംഖലകളല്ല ITCയുടെ. എല്ലാം ഹൈ ക്വാളിഫൈഡ് ഹൈ എൻഡ് ജോലിയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വലിയ ബിസിനസ്മാൻമാർക്കും മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിലുള്ള സ്യൂട്ടുകളും കാര്യങ്ങളുമാണ് ITC ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ വലിയൊരു കോസ്റ്റാണ്. നല്ലൊരു പ്രോഫിറ്റ്, നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടുമെങ്കിൽ പോലും അതിന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അത്ര ഹൈലി ആണ്. അതുകൊണ്ട് സാധാരണ ഒരു എക്കണോമിക്കൽ കൺസെപ്റ്റിലുള്ള ഹോട്ടൽസ് ആയിരുന്നെങ്കിൽ ITC കൂടുതൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ബിസിനസ്സിലും ITCക്ക് ഒരു രാജകീയമായ പേര് നിലനിർത്തിക്കൊണ്ട് പോകാന്നല്ലാണ്ട് അതിൽ വലിയ പ്രോഫിറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ബിസിനസിന്റെ സ്ട്രാറ്റജി ഇപ്പൊ ഡെവലപ്പ് ആയിട്ടില്ല. ഇനി ഭാവിയിൽ മാറി വേണമെങ്കിൽ അവർക്ക് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ കയ്യിലുണ്ട്. ആ ബിസിനസിനെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, കൊണ്ടുപോകുന്നു എന്നതനുസരിച്ച് ഇനി അതിന് ഹോട്ടൽ ബിസിനസ് ITCയുടെ കാര്യത്തിലുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അവസാനമായിട്ട് അവർക്ക് ഏറ്റവും സ്കോപ്പ് ഉള്ളതും ലാഭം കൊടുക്കുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ FMCG സെക്ടറാണ്. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സിന്റെ സെക്ടറാണ്. ആ സെക്ടറിൽ ITCക്ക് അത്യാവശ്യം നല്ലൊരു ഹോൾഡുണ്ട്. ആ ഹോൾഡിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഉള്ള മറ്റൊരു ഇ കൊമേഴ്സ് ഭീമന്റെ ശ്രമമാണ് ഇപ്പോഴത്തെ ITCയുടെ ന്യൂസിനും ഈ ഒരു മുന്നോട്ടുള്ള പോക്കിനും ആ റൂമറാണ് ഇതിന് ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കുന്നത് പറയാം. അതായത് ആമസോൺ ITCയിൽ ഒരു സ്റ്റേക്ക് എടുത്ത് റിലയൻസുമായിട്ടുള്ള മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി FMCG സെക്ടറിൽ ഈ ITCയുടെ FMCG സെക്ടറിൽ കൊണ്ടുപോയി ആമസോൺ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു റൂമർ മാർക്കറ്റിൽ ഓടുന്നത് കൊണ്ടാണ് ഈ ITC കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ആ റൂമർ സത്യമായാൽ അത് ഇ കൊമേഴ്സ് കമ്പനിക്ക് വലിയൊരു മുന്നേറ്റം സമ്മാനിക്കും. അതുപോലെ ITC എന്ന കമ്പനിയുടെ ഭാവി തന്നെ മാറ്റി നിർണ്ണയിക്കപ്പെടാം. അത് ITC ഏതെല്ലാം സെക്ടറുകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകും, ഏതെല്ലാം സെക്ടറുകൾ അവസാനിപ്പിക്കും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായ ധാരണയില്ല. അവർ നഷ്ടം സഹിച്ചും ബാക്കി സെക്ടറുകൾ ഓടിച്ചോണ്ട് പോകുമോ, അതോ ഇനിയോ ഈ ഒരു ഡിവിഷൻ മാത്രമായിട്ട് വേറെ ആർക്കെങ്കിലും വിറ്റ് ഒഴിവാകുമോ, അല്ലെ ലാഭമുള്ള ഡിവിഷൻ മാത്രം നിർത്തി മറ്റുള്ളവ വിറ്റ് ഒഴിവാക്കുമോ, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല. എങ്കിലും ഡിജിറ്റൽ ബിസിനസിന്റെ 45% റവന്യൂവും വരുന്നത് ഈ സിഗരറ്റ് ബിസിനസ്സിൽ നിന്നാണ്. അഗ്രികൾച്ചർ ഏരിയയിൽ നിന്നാണ് 13% റവന്യൂ മാത്രമാണ് ലഭിക്കുന്നത്. ഇൻഡസ്ട്രീസിന് 28% റവന്യൂ ഇപ്പൊ ലഭിക്കുന്നുണ്ട്. അത് കൂടെ പോകുന്തോറും ആ റവന്യൂ കുറഞ്ഞു വരാനുള്ള സാധ്യത കൂടുതൽ വയ്ക്കുന്നത് വെപ്പൺ ഇൻഡസ്ട്രിയില്. അതുപോലെ തന്നെ വരികയാണെങ്കിൽ ITCയുടെ ഒരു ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് 5% മാത്രം സെയിൽസ് ഗ്രോത്തും 7% മാത്രം പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ITC. എങ്കിലും ITC ഇത്രയും വർഷമായിട്ട് നിന്നിരുന്ന ഒരു പ്രൈസ് മൂവ്മെന്റ് ലഭിക്കുന്ന ഇത്തരം ന്യൂസുകൾ വന്നതുകൊണ്ടാണ് ഈ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ഏതരത്തിൽ രൂപപ്പെടും എന്നതിനനുസരിച്ചിരിക്കും ITCയുടെ ഭാവി. എന്തായാലും ഈ ഒരു ന്യൂസ് ആമസോണിന്റെ ഈ ഒരു റൂമർ ന്യൂസ് കിടക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റിൽ ITCക്ക് ഒരു മൂവ്മെന്റ് കിട്ടുന്നത്.
ആ ഒരു മൂവ്മെന്റ് ന്യൂസിനെ ബേസ് ചെയ്ത ആളുകൾ ഈ ഡെലിവറി വോളിയം കയറിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലാണ്. ആ ന്യൂസ് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് തീർച്ചയുള്ള കാര്യമല്ല. എന്തായാലും സത്യമാകട്ടെ. എല്ലാവർക്കും ITC ഇൻവെസ്റ്റ് ചെയ്തവർക്കെല്ലാം അതിന്റെ പേരിലാണ് കുറെ പ്രോഫിറ്റ് കിട്ടിട്ട് അത് കമ്പനി നല്ല ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എല്ലാവർക്കും അങ്ങനെ ഗ്രോത്ത് കിട്ടാൻ കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു.